സഖാവി യെച്ചൂരി ഇനി ഓർമ്മയിൽ ജ്വലിക്കും. ഇന്ത്യൻ ഇടത് രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ സീതാറാം യെച്ചൂരി വിടവാങ്ങി. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം നാളെ വൈകിട്ട് ഡൽഹിയിലെ വസതിയിലെത്തിക്കും. മറ്റന്നാൾ രാവിലെ AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ലിജോ വർഗീസ് ചേരുകയാണ്. ലിജോ, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായ നേതാവാണ് വിടവാങ്ങുന്നത്. വലിയ ദുഃഖത്തിലാണ് സഹപ്രവർത്തകരും സഖാക്കളും. രുചീഷ്, 1992 മുതൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആളാണ് സീതാറാം യെച്ചൂരി. 2015 മുതൽ ഇപ്പോൾ വരെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ എപ്പോഴും CPM-ന്റെ മുഖമായി നിൽക്കുന്ന ആൾ കൂടി എന്ന പ്രത്യേകതയുണ്ട് സീതാറാം യെച്ചൂരിക്ക്. സൗമ്യനായ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും വ്യക്തിബന്ധം പുലർത്തുന്ന, എന്നാൽ പ്രത്യയശാസ്ത്രത്തിൽ അത്രത്തോളം അച്ചടക്കം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് CPM-ന് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതി അദ്ദേഹം ഒരു കൂടിക്കാഴ്ചക്കിടയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് അദ്ദേഹം കൂടുതൽ ഗുരുതരാവസ്ഥയിലാവുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഇത്രയും ദിവസം അദ്ദേഹം എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ നില കുറെ കൂടി രൂക്ഷമാവുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു സംഭവിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖം നേരത്തെ മുതൽ അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മുക്തനായി തിരിച്ചു വന്നതാണ്. അതിനിടയിൽ വീണ്ടും അദ്ദേഹത്തിന് തിമിര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. തിമിര ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് അസുഖം കൂടുകയും എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇന്നലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും പ്രവർത്തനം നിലക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് ഇന്നലെ ഡയാലിസിസ് ആരംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൂടുതൽ ഗുരുതരമായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു ചെയ്തത്. CPM-നെ സംബന്ധിച്ച് വളരെ നഷ്ടം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ CPM-ന് ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കുന്നു. മുമ്പോട്ടുള്ള പോക്ക് അത്രത്തോളം, അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ആവശ്യമുണ്ടായിരുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന നിലയിലാണ് എല്ലാ നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പാർട്ടി കോൺഗ്രസിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അടുത്ത വർഷം പാർട്ടി കോൺഗ്രസ് നടക്കേണ്ട സാഹചര്യം. അത്തരത്തിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ജനറൽ സെക്രട്ടറി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 92 മുതൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാവുന്നു. 96-ൽ വാജ്പേയി സർക്കാരിന് ശേഷം ഒരു കോമൺ മിനിമം പരിപാടി P. ചിദംബരവും ഒത്തുചേർന്ന് നടക്കുന്ന കാലം മുതൽ അദ്ദേഹം CPM-നുള്ളിലെ നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ വളരെ പേരുകേട്ട ഒരാൾ കൂടിയാണ്. തുടർന്ന് അദ്ദേഹം 2005-ൽ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് കോമൺ മിനിമം പരിപാടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ കൂടിയാണ്. കേരളത്തിലായാലും മറ്റേത് സംസ്ഥാനങ്ങളിലായാലും CPM-നുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഒരു സമവായം ഉണ്ടാകുന്നതിൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ബംഗാളിൽ കോൺഗ്രസ് CPM സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾക്ക് നിന്നു. ഇന്ത്യ സഖ്യത്തിനൊപ്പം ആ ചർച്ചകൾക്ക് രൂപം കൊടുക്കുകയും ഇനിയുള്ള മുമ്പോട്ട് പോക്കിന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കണമെങ്കിൽ ഒന്നിച്ചു പോകേണ്ട ആവശ്യതയെക്കുറിച്ച് അണികൾക്കിടയിലും അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിലും കൃത്യമായ അവബോധം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് സീതാറാം യെച്ചൂരി. ആ തരത്തിൽ പാർട്ടിയെ സംബന്ധിച്ചൊരു നയതന്ത്രജ്ഞൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരാളെ ഹർകിഷൻ സിംഗ് സൂചിയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരാളെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും എയിംസ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. എംബാം നടപടികൾക്ക് ശേഷം ഇന്ന് എയിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിക്കും. നാളെ വൈകിട്ട് 6 മണിയോടുകൂടി വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ആ രാത്രിയിൽ മൃതദേഹം വീട്ടിലാണ് ഉണ്ടാവുക. മറ്റന്നാൾ രാവിലെ 10 മണിയോടുകൂടി വസന്തകുഞ്ചിൽ നിന്ന് ഡൽഹി ഗോൾ മാർക്കറ്റിലുള്ള AKG ഭവനിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ 11 മണി മുതൽ 3 മണി വരെയാണ് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം 3 മണിക്ക് ശേഷം അവിടെ നിന്ന് മൃതദേഹം വീണ്ടും എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. CPM-ന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേരുകയും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്തു. നാളെ പൂർണ്ണമായും ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള അവസരം നൽകുകയും മറ്റന്നാൾ
പാർട്ടിക്ക് ഒരു പൊതുദർശനം എന്ന നിലയിൽ പാർട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും അവർ അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആണിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എയിംസ് ആശുപത്രിയിൽ തന്നെയാണ് മൃതദേഹമുള്ളത്. നാളെ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുക. ലിജോ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമെന്ന് പറയുമ്പോൾ കൂടി അത് രാജ്യത്തിൻ്റെ കൂടി നഷ്ടമെന്നാണ് ഒരുപക്ഷെ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഘപരിവാറിനെതിരായ ഒരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തിയ നേതാക്കളിൽ ഒരാളായാണ് രാഹുൽ ഗാന്ധി പോലും സീതാറാം യെച്ചൂരിയെ കാണുന്നത്. അദ്ദേഹം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ കാവലാൾ എന്ന് വിശേഷിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി പോലും ഏറ്റവും ഒടുവിൽ അനുശോചനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നത്. ആ തരത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ യെച്ചൂരിക്കുണ്ടായ ഒരു പ്രത്യേകത തന്നെ എടുത്തു പറയേണ്ടതാണ്, അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2005 മുതൽ 2017 വരെയുള്ള 12 വർഷക്കാലം രാജ്യസഭ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതിൽ അദ്ദേഹത്തെ ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും അത്രത്തോളം ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നീക്കങ്ങളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഒരു പ്രതിപക്ഷ MP കഴിയുക എന്ന തരത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അദ്ദേഹം എടുത്തിരുന്നു എന്നുള്ളതാണ്. 2015 അത്തരത്തിലൊരു നീക്കം നടത്താൻ അദ്ദേഹത്തിന് കഴിയുകയും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. അത്തരത്തിൽ പ്രതിപക്ഷത്തെ എപ്പോഴും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ചാലക ശക്തിയായി എപ്പോഴും സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അഭേദ്യമായ ഒരു ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒപ്പം ഏത് തരത്തിലായിരിക്കണം ഇനി പ്രതിപക്ഷ പാർട്ടികൾ മുമ്പോട്ട് പോകേണ്ടത്, ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു സഖ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ ഒരു നിലവിലുണ്ടായിരുന്ന BJP സർക്കാരെ താഴെ ഇറക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയുള്ള കാര്യത്തിൽ കോൺഗ്രസുമായി വളരെ കൃത്യമായ ഒരു ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2005 എങ്ങനെയാണോ ഒന്നാം UPA സർക്കാർ ഉണ്ടായി വന്നത്, അതിന് ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള ആളുകൾ ഏത് തരത്തിലാണ് നിലപാട് സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു മുന്നണി ഉണ്ടാക്കിയെടുക്കുന്നതിന് വിവിധ വിഷയങ്ങളിൽ എതിർപ്പുള്ള ആളുകളെല്ലാം ചേർത്ത് നിർത്തുന്നതിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മറ്റുള്ള പാർട്ടികളിലെ അംഗങ്ങളുമായി അദ്ദേഹത്തിന് അത്രത്തോളം അടുപ്പമുണ്ടാവുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD അടക്കമുള്ള പാർട്ടികളിൽ, അതോടൊപ്പം തന്നെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ അദ്ദേഹത്തിന് കൃത്യമായ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം എപ്പോഴും ഇടതുപക്ഷ മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറാതെ എപ്പോഴും മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ഒരു ഇടതുപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു പ്ലാൻ എപ്പോഴും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നയതന്ത്രജ്ഞത. അതാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊരു നയതന്ത്രജ്ഞത കൂടിയാണ് നഷ്ടപ്പെടുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുള്ള രാജ്യത്ത് ഒരു ഇടത് നേതാവ് എന്ന നിലയിൽ അത്രത്തോളം തലയെടുപ്പുണ്ടായിരുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും, പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സ്വീകാര്യനാകാൻ കഴിയുന്ന വലിയ തരത്തിൽ രാജ്യത്താകെ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവ്, CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങിയ നിമിഷത്തിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ സഖാക്കളും സഹപ്രവർത്തകരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ അനുശോചനം അറിയിക്കുകയാണ്.